ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് നമ്മുടെ ജനറൽ ഗൈഡൻസ് എടുക്കാം. ഇന്ന് കാർഡ്സ് നിങ്ങളോട് എന്താ പറയുന്നത് നോക്കാം. ഈ റീഡിങ്, അതായത് നിങ്ങൾക്ക് ഇത് നിങ്ങളെപ്പോൾ കാണുകയാണെങ്കിലും ഓക്കെ, നമുക്ക് അതിൻ്റെ ഒരു 2 ദിവസത്തെ എനർജി എന്ന രീതിക്കാണ് ഞാൻ എടുക്കുന്നത്. ഇപ്പോൾ ഒരു 48 hours ഓക്കെ, അടുത്ത 48 മണിക്കൂർ അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്പെഷ്യലായിട്ട് ഒരു മെസ്സേജ് നമുക്ക് നോക്കാം. അടുത്ത 48 മണിക്കൂറിൽ, കാരണം നമ്മൾ അങ്ങനെ സ്പെസിഫിക് ആയിട്ട് എടുക്കുകയാണ്. നെക്സ്റ്റ് 2 ഡേയ്സിൻ്റെ ഒരു എനർജി എന്ന് പറഞ്ഞിട്ട് എടുക്കുന്നത്. നിങ്ങൾ എപ്പോൾ കാണുകയാണെങ്കിലും ശരി, ഞാൻ പോസ്റ്റ് ചെയ്ത ഡേറ്റിനാവണമെന്നില്ല, എപ്പോൾ കണ്ടാലും ഇത് റെസനേറ്റ് ആവും. പക്ഷെ അതിൻ്റെ വരുന്ന 2 ദിവസത്തിൽ ഓക്കെ, അങ്ങനെ കണക്കാക്കാം. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് നിങ്ങൾക്ക് വരുന്ന എനർജി. നിങ്ങളുടെ 2 of Cups, Knight of Swords ആൻഡ് Star. ഓക്കെ, നിങ്ങൾക്ക് ഐ തിങ്ക് ഏറ്റവും കൂടുതൽ ലൈക്ക് ഒരു സഡൻ, നിങ്ങൾക്ക് പ്രതീക്ഷിക്കാതെ ഒരു കാര്യം നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. ഒരു പേഴ്സൺ, ഒരു വ്യക്തി നിങ്ങളുടെ അടുത്ത് റീച്ച് ഔട്ട് ചെയ്യുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. റീച്ച് ഔട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു മെസ്സേജ് ആയിരിക്കാം ഓക്കെ, അവരുടെ ഭാഗത്തുനിന്ന് ഒരു ചെറിയൊരു ആക്ഷൻ ആയിരിക്കാം, ഒരു കാണാൻ വരാനോ, അല്ലെങ്കിൽ ഒരു മോസ്റ്റ്ലി ഇപ്പോൾ നമുക്ക് മെസ്സേജ് എന്ന രീതിക്കാണ് ഒരു സംസാരം മെസ്സേജ് ഓക്കെ. ചിലപ്പോൾ പെട്ടെന്ന്, അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഉള്ള ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ ആരുടെയെങ്കിലും ഒരു വാക്ക്, അവർ പറയുന്ന ഒരു വാക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. അത് നല്ല ഒരു വാക്കായിരിക്കും, എന്ന് വെച്ചാൽ അങ്ങനെ വേദനിപ്പിക്കുന്ന ഒന്നും ആയിരിക്കില്ല, നല്ല ഒരു ഇതായിരിക്കും, നല്ലൊരു മെസ്സേജ് ആയിരിക്കും. ഇപ്പോൾ ഒരു പേഴ്സൺ ചിലപ്പോൾ പെട്ടെന്ന് അവർ പ്രതീക്ഷിക്കാതെ അവരുടെ ഒരു നാവിൽ നിന്ന് നമ്മൾ പറയില്ലേ, അവരെന്നെ വിചാരിക്കാതെ ചിലപ്പോൾ ഒരു കാര്യം അവർ തുറന്ന് പറഞ്ഞു പോവാം, അങ്ങനെയാവാം ഓക്കെ. ആൻഡ് ഇവിടെ ഇതൊരു പാർട്ട്ണർഷിപ്പിനെ കുറിച്ചാണ് പറയുന്നത്. സോ ഇവിടെ കൂടുതലും ഇതെനിക്ക് പറയാനുള്ളത് ഇവിടെ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചാണ്. നിങ്ങളുടെ പേഴ്സൺ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി നിങ്ങളോട് അവരെ മനസ്സ് തുറന്ന് ചിലപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്നതായിരിക്കാം, അവർ മനസ്സിലുള്ള കാര്യം തുറന്ന് പറയുന്നതായിരിക്കാം. ഇവിടെ ഒരു സ്റ്റാർ ഉണ്ട്. സോ അത് നിങ്ങൾക്കൊരു വളരെയധികം സന്തോഷം കൊണ്ടുവരുന്നതായിട്ടും ഒരു നിങ്ങൾക്കൊരു ആഗ്രഹം ഫുൾഫിൽ ആവുന്ന പോലെ, വിഷ് ഫുൾഫിൽ എന്ന് എടുക്കാം. സോ വിഷ് ഫുൾഫിൽമെൻറ്റ് പോലെ എനിക്ക് കാണുന്നുണ്ട്. ആൻഡ് കൂടുതലും അതെനിക്കിവിടെ ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പിനെ ആണ് കാണുന്നത് ഓക്കെ. അല്ല എന്നുണ്ടെങ്കിലും ഇപ്പോൾ സപ്പോസ് വേറെ ആരായാലും ശരി, നിങ്ങളുടെ ഒരു ക്ലോസ് ഫ്രണ്ട് എന്നെടുത്തോളൂ. ഈ ഒരു ഡെക്കിൽ ഈ പിക്ചറിൻ്റെ മീനിങ് കുറച്ച് നമ്മൾ റൊമാൻറ്റിക് ആണ്, അതുകൊണ്ടാണ് ഞാൻ അത് ആദ്യം പറഞ്ഞത് ഓക്കെ. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും 2 of Cups പറയുമ്പോൾ നമ്മളൊരു പാർട്ട്ണർ, സോൾമേറ്റ്, അല്ലെങ്കിൽ ഒരു ലൈക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് എന്ന് എടുക്കാറുണ്ട്. നിങ്ങളുടെ ഈവൻ ബിസിനസ് പാർട്ട്ണറും ആവാം, അല്ലെങ്കിൽ ഫാമിലി മെമ്പറും ആവാം, ലൈക്ക് നിങ്ങളുടെ ബ്രദർ, സിസ്റ്റർ. ഈ പിക്ചർ നോക്കണ്ട, 2 of Cups എന്ന് പറയുമ്പോഴുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. 2 of Cups പറയുമ്പോൾ അഗെയിൻ ഞാൻ പറഞ്ഞ പോലെ സിസ്റ്റർ, ബ്രദർ ആവാം, ഫ്രണ്ട്സ് ആവാം, ആരും ആവാം. സോ അങ്ങനെ ഒരു വ്യക്തിയിൽ നിന്ന് ഓക്കെ, ചിലപ്പോൾ ഒരു കാര്യം അവർ പറയുന്നതും പക്ഷെ നിങ്ങൾക്ക് എന്തെങ്കിലും സന്തോഷം കൊണ്ടുവരുന്ന രീതിക്ക്, അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് നിന്ന് ചെയ്യുന്ന ഒരു ആക്ഷൻ അത് നിങ്ങൾക്കൊരു സന്തോഷം കൊണ്ടുവരുന്ന രീതിക്കാണ്. എന്തെങ്കിലും അങ്ങനെ ഒരു മെയിൻലി ഇപ്പോൾ ഇതിവിടെ എനിക്ക് കാണുന്ന ഏതെങ്കിലും ഒരു വേറൊരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്കൊരു നല്ലൊരു ന്യൂസ്, അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് നിന്ന് നല്ലൊരു പ്രവൃത്തി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആൻഡ് അത് നിങ്ങൾക്കൊരുപാട് സന്തോഷം കൊണ്ടുവരുന്ന രീതിക്കാണ്. അഗെയിൻ ഇത് അവർ പ്ലാനിങ് ചെയ്തതായിരിക്കില്ല ഓക്കെ. അത് അവർ പറയാൻ ചിലപ്പോൾ പ്ലാൻ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ചെയ്യാൻ ചിലപ്പോൾ അവർക്ക് പ്ലാൻ ഉണ്ടാവില്ല. ഇത് പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. സോ അതുകൊണ്ടായിരിക്കും എനിക്ക് അടുത്ത 48 മണിക്കൂർ എന്ന് ഞാൻ ചിന്തിച്ചത്. അഗെയിൻ ഇവിടെ എനിക്ക് മജീഷ്യൻ എനർജി ഉണ്ട്. സോ ഇത് നിങ്ങൾ ആഗ്രഹിച്ചിരുന്നു പ്രോബബ്ലി ഓക്കെ, നിങ്ങളത് കേൾക്കാൻ അല്ലെങ്കിൽ നിങ്ങളത് കാണാൻ അങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ട്. ഈവൻ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ ഇപ്പോൾ നമ്മൾ സഡൻ പ്ലാൻ അങ്ങനെയാവാം ഓക്കെ. ഇപ്പോൾ ഒരു സഡൻലി ഒരു പ്ലാൻ ഉണ്ടാവും, എന്നിട്ട് ഓക്കെ നമുക്ക് എവിടെയെങ്കിലും യാത്ര പോവാം, അതായിരിക്കാം ഓക്കെ. അത് പെട്ടെന്നായിരിക്കും വരിക, അല്ലാതെ പ്ലാൻ ചെയ്ത് വരുന്ന ഒരു കാര്യമല്ല. നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാവും, പക്ഷേ മേ ബി കുറേ ദിവസമായിട്ട് നിങ്ങൾ ആലോചിച്ചിരുന്നിട്ട് അല്ലാണ്ട് പോവൽ നടന്നിട്ടുണ്ടാവില്ല. സോ മേ ബി പെട്ടെന്ന് ഇപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട് വിളിച്ചിട്ട് പറയും പോവാം നമുക്ക് എന്ന് പറയും, നിങ്ങൾ ഓക്കെ ശരി. സോ അങ്ങനത്തെ ആയിരിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് പറയാം ഓക്കെ നമുക്കൊരു പാർട്ട്ണർഷിപ്പിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാം എന്നൊരു ഐഡിയ ചിലപ്പോൾ അതായിരിക്കാം ഓക്കെ. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു മെസ്സേജ്, വേറെ എന്തെങ്കിലും ഒരു കാര്യം അവർ നിങ്ങളോട് അറിയിക്കുക, അങ്ങനെ അത് അറിയിക്കുന്ന കിട്ടുന്ന ന്യൂസ് അത് നിങ്ങൾക്ക് വളരെ സന്തോഷം തരുന്ന രീതിയിൽ. കൂടുതലും ഞാൻ പറഞ്ഞ പോലെ റൊമാൻറ്റിക് ആണ്, പക്ഷെ അല്ല, നിങ്ങൾ വേറെ ഏതെങ്കിലും ഭാഗത്തുനിന്നും ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഒരു മോസ്റ്റ്ലി എന്തെങ്കിലും ഒരു സന്തോഷം തരുന്ന ഒരു കാര്യം നിങ്ങൾക്ക് വരുന്നതാണ് ഇവിടെ എനിക്ക് കാണുന്നത്. ആൻഡ് അത് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട് ഐ തിങ്ക് എവിടെയോ ഓക്കെ. കാരണം ഇത് ആക്ച്വലി 9 of Pentacles നമ്മൾ വിഷ് ഫുൾഫിൽമെൻ്റ് പറയും. മജീഷ്യനും നമ്മൾ ഒരു മാജിക്, നമ്മൾ ആഗ്രഹിച്ച മാനിഫെസ്റ്റേഷൻ എന്ന് എടുക്കാം. ഈവൻ ഈ സ്റ്റാറും ഇവിടെ മാനിഫെസ്റ്റേഷൻ ഉണ്ട്. സോ എവിടെയോ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട് ആ കാര്യം ഓക്കെ. ബട്ട് ആ പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ ഫാമിലി മെമ്പർ ചിലപ്പോൾ അത് പ്രതീക്ഷിക്കാതെ അവരുടെ ഭാഗത്തുനിന്ന് അതൊരു പ്രതീക്ഷിക്കാതെ ആയിരിക്കാം ചിലപ്പോൾ അവർ ചെയ്യുന്നത്. എന്നെ നിങ്ങളും അത് പ്രതീക്ഷിക്കില്ല അവർ ചെയ്യുമെന്ന്. സോ അതാണ് ഇവിടുത്തെ ഒരു ഐ തിങ്ക് ഈ ഒരു അടുത്ത
അടുത്ത 48 മണിക്കൂറിൽ നിങ്ങൾക്കൊരു സർപ്രൈസ് ആയിട്ട് വരാൻ പോകുന്നത്. ഓക്കെ, ഒരു സർപ്രൈസ് ട്രിപ്പ് ആവാം, ഓക്കെ, സർപ്രൈസ് മെസ്സേജ് ആവാം, സംതിങ് ദാറ്റ് വിൽ മേക്ക് യു ഹാപ്പി, അത്രേ ഉള്ളൂ. ഓക്കെ, വളരെ ഷോർട്ട്, നമ്മളൊരു ക്വിക്ക് ഷോർട്ട് എന്ന് നോക്കുകയാണ് ഞാൻ. ലെറ്റ്സ് സീ മെസ്സേജ്. അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ എന്തെങ്കിലും യൂണിവേഴ്സ് ഈസ് ഗിവിങ് us confirmation. Oh my god, ഞാൻ പറയേണ്ട ആവശ്യമുണ്ടോ, ഇനി റിപ്പീറ്റ് ചെയ്യണോ? നിങ്ങൾ പറയും ഞാൻ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഒരേ കാര്യം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഒന്നും പറയുന്നില്ല, നിങ്ങളിത് വായിച്ചോളൂ. മാൻസ് വിഷ് ഉണ്ട്, ഹാപ്പിനെസ് ഉണ്ട്, ലക്കി കാർഡുണ്ട്, ന്യൂസ് ഉണ്ട്, പോരെ? ഓക്കെ, ഞാൻ ഇത്രയും നേരം പറഞ്ഞത് അപ്പോൾ ഇവിടെ വാക്കുകളിൽ നമ്മളെ മുമ്പിൽ വന്നു. ഓക്കെ, സോ നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം, ഓക്കെ, അത് വേറെ വ്യക്തിയിൽ നിന്ന് വരുന്നതാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ചിലപ്പോൾ നടക്കും. എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങൾക്ക് കേൾക്കാനോ കാണാനോ, ഒരു ന്യൂസോ, ഒരു യാത്രയോ, ഒരു മെസ്സേജോ, ഒരു പേഴ്സൻ്റെ കൺഫെഷനോ എന്തുമാവാം. ഓക്കെ, ചിലപ്പോൾ അവർ തുറന്നു പറച്ചിലായിരിക്കാം, സംതിങ് ദാറ്റ്, അല്ലെങ്കിൽ പോട്ടെ, ഇവിടെ ആക്ച്വലി ജാക്ക് പോട്ട് കണ്ടതുകൊണ്ട് നിങ്ങൾക്കിതൊരു കുറച്ച് പേർക്ക് ഇത് മണി കാര്യങ്ങളും ആവാം, പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ ബിസിനസ്സിൽ എന്തെങ്കിലും അങ്ങനെ, അല്ലെങ്കിൽ എന്തെങ്കിലും പെട്ടെന്ന് നിങ്ങൾ എന്തെങ്കിലും വിൻ ചെയ്യുന്ന കാര്യമായിരിക്കാം കുറച്ച് പേർക്ക്. കാരണം ഇവിടെ ലക്കി കാർഡും ഉണ്ട്. സോ മേ ബി കുറച്ച് പേർക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് എന്തെങ്കിലും പ്രതീക്ഷിക്കാതെ എന്തെങ്കിലും പണം കിട്ടുന്ന കാര്യമായിരിക്കാം. ഓക്കെ, ബാക്കിയുള്ളവർക്ക് ഞാൻ പറഞ്ഞ പോലെ ഇനി ഒന്ന് തിരിച്ചു പോയിട്ട് വീണ്ടും കേട്ടോളൂ വേണമെങ്കിൽ, ഞാൻ പറയില്ല, നിങ്ങൾക്ക് കംപ്ലൈൻ്റ് ആണ്, ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു. ഓക്കെ, ഓ മൈ ഗാഡ്, സോറി, ഞാൻ നിങ്ങളുടെ മുമ്പിലാണ് ഷഫിൾ ചെയ്യുന്നത്. അതൊക്കെ ഞാൻ നേരത്തെ ഒരിക്കൽ 1-2 തവണയൊക്കെ ഞാൻ ഷഫിൾ ചെയ്തിട്ട് വെക്കുന്നതാണ്, നിങ്ങളുടെ മുമ്പിൽ ചെയ്യുന്നു എന്ന് മാത്രം. ഓക്കെ, ഫൈൻ, ബാക്കിയൊക്കെ വിട്ടേക്കും, നോ പ്രോബ്ലം. ഐസൊലേഷൻ മാത്രം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് ഞാൻ പറയുന്നില്ല, സോൾമേറ്റ് കാർഡാണ്, മിറക്കിൾ കാർഡാണ്. ഇത്രയും നേരം പറഞ്ഞ അതേ മെസ്സേജ് റിപ്പീറ്റ് വന്നിട്ടുണ്ട്. 3ാമത്തെ ഡെക്കിലാണ് നമുക്കത് കിട്ടുന്നത്. ഓക്കെ, സോ കൺഫർമേഷൻ ആയിട്ട് എടുക്കൂ. ക്ലെയിം ദിസ്. ഓക്കെ, ഐസൊലേഷൻ മാത്രം എക്സ്ട്രാ ഇവിടെ ഉണ്ട്. ഇത് മേ ബി നിങ്ങൾ കുറച്ചായിട്ട് അകന്ന് നിന്ന ഏതെങ്കിലും വ്യക്തികൾ ആയിരിക്കാം ചിലപ്പോൾ തിരിച്ചു വരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിന്ന് വിട്ട് കളഞ്ഞിട്ടുണ്ടാവാം. ഐസൊലേഷൻ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ തനിച്ച് എന്ന രീതിക്ക് ആവണമെന്നില്ല. മേ ബി നിങ്ങൾ മനസ്സിൽ നിന്ന് വിട്ട് കളഞ്ഞ ഒരു കാര്യം, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും മാറി നിൽക്കുന്ന ഒരു കാര്യം, ചിലപ്പോൾ അതായിരിക്കാം തിരിച്ചു വരുന്നത്, അങ്ങനെയും പറയാം. ഓക്കെ, ബട്ട് ഇവിടെ കൂടുതലും അഗെയിൻ ഞാൻ പറഞ്ഞ പോലെ ഇതൊരു റിലേഷൻഷിപ്പാണ് കൂടുതലും ഫീൽ ചെയ്യുന്നത്. സോൾമേറ്റ് പക്ഷേ അഗെയിൻ നമുക്കിവിടെ ചിലപ്പോൾ നമ്മൾ ബ്രദർ സിസ്റ്റർ ഫാമിലി മെമ്പറൊക്കെ പറയാറുണ്ട്, ഫ്രണ്ട് എന്നൊക്കെ പറയാറുണ്ട്. സോ അതുകൊണ്ട് കുറച്ച് പേർക്ക് നിങ്ങൾ ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യങ്ങളും ആവാം, ഫ്രണ്ട്സിൻ്റെ ഭാഗത്തുനിന്നും ആവാം. ഓക്കെ, ഞാൻ ഇത് കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഐസൊലേഷൻ മാത്രം, അതായത് നിങ്ങൾ ഐസൊലേഷൻ എൻഡ് ആവുന്ന പോലെയാണ് എനിക്ക് കാണുന്നത്. അതായത് നിങ്ങൾ തനിച്ചിരിക്കുകയായിരുന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും സങ്കടമായിരുന്നു എന്നൊക്കെ ഉണ്ടെങ്കിൽ അത് മാറി വരാനാണ് പോകുന്നത്. ആൻഡ് നിങ്ങൾക്ക് മിറക്കിൾ സംഭവിക്കുന്നു. ഓക്കെ, അഗെയിൻ മിറക്കിൾ, വിഷ് ഫുൾഫിൽമെൻറ്റ്. ഞാൻ ഐ എം വെരി എക്സൈറ്റഡ്. എനിവേ, നിങ്ങൾ ക്ലെയിം ചെയ്യുക, ഹാപ്പി ആയിട്ടിരിക്കുക, എല്ലാം ഇപ്പോൾ അത്രയും പോസിറ്റീവായിട്ടൊരു ന്യൂസ് നിങ്ങൾക്ക് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളും അത് ക്ലെയിം ചെയ്തിരിക്കുക. ഓക്കെ, വരും, അത് ഉറപ്പായിട്ടും. എനിക്ക് കേൾക്കാൻ ഞാൻ ആഗ്രഹിച്ച കാര്യം, അല്ലെങ്കിൽ ചിലപ്പോൾ ആഗ്രഹം വിട്ട് കളഞ്ഞേക്കും. ഓക്കെ, ആക്ച്വലി ഒന്നും പറയണ്ട, നിങ്ങൾ ബി ഓപ്പൺ, പക്ഷെ എന്തും വരട്ടെ എന്ന രീതിക്ക് നിങ്ങളൊന്ന് തയ്യാറായിട്ടിരിക്കും. ഓക്കെ, ഹാപ്പി ആയിട്ടിരിക്കുക. നല്ലൊരു ദിവസം ആവട്ടെ. നന്ദി, നമസ്കാരം.